നമസ്കാരം. ഡോക്ടർ ബി ഇക്ബാലിനുള്ള ഒരു ചെറിയ മറുപടിയാണ് ഈ വീഡിയോ. ലോക എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം വളരെ നിശിതമായ ഒരു വിമർശനം നടത്തിയിരുന്നു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതേക്കുറിച്ച് നമ്മുടെ പല മാധ്യമങ്ങളിലും വാർത്തയും വന്നതാണ്. ഡോക്ടർ ഇക്ബാൽ സിനിമയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം. അദ്ദേഹം പറഞ്ഞത് ഇതൊരു പരമ ബോറൻ യക്ഷിക്കഥയായിപ്പോയി, ഇതിൻ്റെ തിരക്കഥ വളരെ വളരെ മോശമാണ്, നിർമ്മാണ രീതി മോശമാണ്, കലാമൂല്യം തീരെയില്ലാത്ത സിനിമയാണ്, അതിലൊക്കെ ഉപരി അന്ധവിശ്വാസമാണ് ഈ സിനിമ മുമ്പോട്ട് വെക്കുന്ന ആശയം. ഇത്തരത്തിലുള്ള ഒരു ബോറൻ തല്ലിപ്പൊളി സിനിമ നിർമ്മിക്കാൻ ദുൽഖറിന് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ബി ഇക്ബാലിനെ നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തെ ഒരു ആരോഗ്യ വിദഗ്ധനായിരുന്നു. ഇപ്പോൾ ആണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇദ്ദേഹം ആരോഗ്യ വിദഗ്ധനായിട്ടിരിക്കുന്ന സമയത്ത് ചില വാക്സിൻ സമിതികളിലൊക്കെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മ കാണും. ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കെല്ലാം തന്നെ വാക്സിൻ കാർഡുകൾ നൽകണം. അതായത് ഈ കുട്ടികൾ എല്ലാ കുത്തിവയ്പ്പുകളും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാർഡ് അവരുടെ പക്കലുണ്ടാവണം. അത്തരത്തിൽ കുത്തിവെപ്പ് എടുക്കാത്ത കുട്ടികളെ ഒന്നും സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചത്. അതുകൂടാതെ ഇദ്ദേഹം, നിങ്ങൾക്കറിയാം, നമ്മുടെ കൊറോണ സമയത്ത് കൊറോണ വാക്സിൻ വളരെ അധികം റെക്കമെൻഡ് ചെയ്ത അല്ലെങ്കിൽ അതിനുവേണ്ടി നിലപാടെടുത്ത ഒരു വ്യക്തിയാണ്. കൊറോണ വാക്സിനുകൾ വളരെയധികം ഫലപ്രദവും സുരക്ഷിതവുമാണെന്നും മനുഷ്യ ജീവനുകളെ രക്ഷിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബി ഇക്ബാൽ. അങ്ങനെയുള്ള അദ്ദേഹം ഇപ്പോൾ വന്ന് നമ്മുടെ നാട്ടിൽ മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെ നേടാത്ത അഭൂതപൂർവമായ വിജയം ഒരു പ്രത്യേക സിനിമ നേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അദ്ദേഹം ഇത്തരത്തിൽ, അതായത് അതിന് കലാമൂല്യമില്ലെന്നും ആ സിനിമയുടെ തിരക്കഥ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ, ആ സിനിമയിൽ അഭിനയിച്ചവരുടെ അഭിനയം ശരിയല്ല അല്ലെങ്കിൽ ആ സിനിമ മൊത്തത്തിൽ ശരിയല്ല എന്ന് പറയുമ്പോൾ ആ സിനിമ യഥാർത്ഥത്തിൽ അതിനു വേണ്ടി തന്നെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകയ്ക്ക് വേണ്ടി ഞാൻ ഇക്ബാലിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ദുൽഖർ സൽമാനോ ആ സിനിമയിൽ അഭിനയിച്ചവരോ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരോ എൻ്റെ സംവിധായകനോ അവരാരും തന്നെ ഇങ്ങേർക്ക് മറുപടി കൊടുക്കാത്തത് സിനിമ തന്നെ ഇങ്ങേർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടിയും സംസാരിക്കുന്നുണ്ട്. ഒരു സിനിമ ആരെങ്കിലും നിർമ്മിച്ചാൽ ആ സിനിമയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? ആ സിനിമയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആൾക്കാരെ എൻഗേജ് ആക്കി ഇരുത്തുക, അതായത് ആൾക്കാരെ ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സിനിമ ഉണ്ടാക്കുന്നത്. ആൾക്കാർക്കത് ഇഷ്ടപ്പെടണം, അവരത് ആസ്വദിക്കണം. അവരത് ആസ്വദിച്ചെങ്കിൽ മാത്രമേ ആ സിനിമ വിജയിക്കുകയുള്ളൂ. ഏത് സിനിമയും ആരും ഉണ്ടാക്കുന്നത്, ചുരുക്കം ചിലരൊക്കെ അവരുടെ മനസ്സിലെ ചില തോന്നലുകൾ, അവർ ചിന്തിക്കുന്ന രീതികളൊക്കെ അഭ്രപാളികളിൽ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ചില സിനിമകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഒരു കൊമേഴ്സ്യൽ സിനിമ ആര് തന്നെ ഉണ്ടാക്കിയാലും ശരി, അത് പരമപ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ആൾക്കാരുടെ ആസ്വാദനവും അതുവഴി ലഭിക്കുന്ന വിജയവുമാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ പണം വേണം. അതിനൊക്കെ പണം മുടക്കിയിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത്. അഡ്വാൻസായിട്ട് പണം മുടക്കണം. അഡ്വാൻസായിട്ട് പണം മുടക്കിയിട്ട് അത് തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവർ കാണുകയുള്ളൂ. ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുക എന്നത് തന്നെയാണ് സിനിമയുടെ ലക്ഷ്യം. ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു സിനിമയാണ് ലോക. സാധാരണ മട്ടിൽ ഒരു സിനിമ വലിയ വിജയം നേടണമെങ്കിൽ അതിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരിക്കണം, ഇന്ന ഘടകങ്ങൾ ഉണ്ടായിരിക്കണം, പല പല കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ നമ്മൾ നോക്കുമ്പോൾ ഇല്ല. ഈ സിനിമയിൽ സൂപ്പർ സ്റ്റാറുകൾ ആരുമില്ല. സൂപ്പർ സ്റ്റാറുകളില്ലെന്ന് മാത്രമല്ല, സാമാന്യം പേരെടുത്ത ഒരു നടൻ പോലും ഇതിലില്ല. ഇതിൽ നായകനായിട്ട് അഭിനയിച്ച പയ്യനെ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ സിനിമ റിലീസായ ശേഷവും ഇത് വിജയിച്ച ശേഷവുമാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത്. കല്യാണി പോലും നമ്മൾ മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിലും കല്യാണിക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്ന ഒരു താരപരിവേഷമൊന്നും അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സിനിമ സാധാരണ മട്ടിലുള്ള ഒരു നടനെയും നടിയെയും വെച്ച് അധികമൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നുമില്ലാതെ സാധാരണ മട്ടിൽ റിലീസായ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ഗുണവും അതിൻ്റെ മൂല്യവും നല്ലതാണെങ്കിൽ മാത്രമേ വിജയിക്കൂ. ആൾക്കാരെ ആസ്വദിപ്പിക്കുന്ന കാര്യത്തിൽ ആ സിനിമ 100-ൽ 100 മാർക്കും നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ വിജയിച്ചുവെങ്കിൽ അത് മറ്റുള്ള സകല സിനിമകളെയും, സൂപ്പർതാര സിനിമകളെയും മൊത്തത്തിൽ പിന്നിലാക്കി മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ അങ്ങേയറ്റം കലാമൂല്യമുള്ള സിനിമ തന്നെയാണ്.
കാരണം അതതിൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയെ വിമർശിച്ച ഡോക്ടർ ബി ഇക്ബാൽ യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടത് എന്തിനെയാണ്? അദ്ദേഹം വളരെയധികം അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്സിനുകളെയാണ്. അതിൽ അദ്ദേഹം കൊറോണ വാക്സിനുകളെക്കുറിച്ച് കുറേ കാലം മുമ്പ് നമുക്കറിയാം, ആസ്ട്രാസെനക കമ്പനി അവർ പരസ്യമായിട്ട് പറഞ്ഞു, ഒരു കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞു, ഈ വാക്സിൻ എടുക്കുന്ന ആൾക്കാരിൽ ചുരുക്കം ചിലർക്ക് രക്തം കട്ട പിടിക്കാനും പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ആ സമയത്ത് ഇക്ബാൽ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണമായിട്ട് വന്നു. ആസ്ട്രാസെനക പറയുന്നത് കള്ളമാണ്, ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ്, ആൾക്കാരിൽ വാക്സിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകും, അങ്ങനെ തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്സിൻ എടുക്കാതെ പോകും, അങ്ങനെ വാക്സിൻ എടുക്കാതെ വന്നു കഴിഞ്ഞാൽ അദാർ പൂനാവാലയുള്ള വലിയ വലിയ വാക്സിൻ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകും, അതുകൊണ്ട് അങ്ങനെ അവർക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിലൊന്നും നമ്മൾ വാർത്തയൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ഈ ഡോക്ടർ ബി ഇക്ബാലിനോട് ഞാൻ പറയുകയാണ്, താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ ഇവിടെ ഈ ലോക എന്ന് പറയുന്ന സിനിമ ഒരു അന്ധവിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ താങ്കളോട് പറയുകയാണ്, താങ്കൾ വാക്സിനെക്കുറിച്ച് പറയുന്നത് അതിനേക്കാൾ വലിയ അന്ധവിശ്വാസമാണ്. ഞാനിത് പറയുന്നത് എനിക്ക് വാക്സിനുകളോട് എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടല്ല, ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യവും ലോകത്തുള്ള എല്ലാ സർക്കാരുകളുടെയും എല്ലാ ഏജൻസികളുടെയും ഡേറ്റയും വെച്ചുകൊണ്ടാണ്. ഈ ഡേറ്റയൊക്കെ ഞാൻ എൻ്റെ മുമ്പുള്ള പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ശരി അത് അവൈലബിൾ ആണ്, അത് കിട്ടും, നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ രാജ്യത്ത്, തൽക്കാലം നമ്മുടെ രാജ്യത്തെ കാര്യം മാത്രം പറയാം, ലോകത്തെല്ലായിടത്തും സമാനമാണ് സ്ഥിതി. നമ്മുടെ രാജ്യത്ത് 2020 കൊറോണ വന്ന സമയത്ത് എത്ര ആൾക്കാരാണ് കൊറോണ ബാധിച്ച് മരിച്ചത്? നമ്മുടെ സംസ്ഥാനത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 3000 ചില്ലുവാനും പേര് മാത്രമാണ് സർക്കാർ കണക്കനുസരിച്ച് ആ വർഷം കൊറോണ ബാധിച്ച് മരിച്ചത്. 2020 തുടക്കത്തിൽ വന്ന കൊറോണ 2020 സെപ്റ്റംബർ ആയപ്പോഴാണ് അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് പോയത്. 2020 വാക്സിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെപ്റ്റംബറിൽ പരമാവധി കേസുകൾ കൂടിയിട്ട് അത് കുറഞ്ഞ് വന്ന് ജനുവരി ആയപ്പോൾ രാജ്യത്താകമാനം ഏതാണ്ട് 15,000-ഓ 20,000-ഓ കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കൊറോണ എന്ന് പറയുന്ന പനി ഇവർ നല്ലപോലെ പ്രചരിപ്പിച്ച് അത് ഇടയ്ക്കൊന്ന് കൂടി അത് കെട്ടടങ്ങി വരുന്ന ഒരു സമയമായിരുന്നു ജനുവരി 2021. ആ സമയത്താണ് ഫലപ്രദവും സുരക്ഷിതവുമായിട്ടുള്ള വാക്സിൻ ഇവിടെ റോൾ ഔട്ട് ചെയ്തത്. ഈ വാക്സിൻ കൊടുത്ത ശേഷം എന്ത് സംഭവിച്ചു എന്ന് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പറയാനോ സംസാരിക്കാനോ ഡോക്ടർ ബി ഇക്ബാലിന് ധൈര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വാക്സിൻ കൊടുത്തത്? നിങ്ങൾ വാക്സിൻ കൊടുത്തത് കൊറോണ വ്യാപനം തടയാൻ വേണ്ടിയാണല്ലോ. എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം വ്യാപനം തടയുക എന്നുള്ളതാണ്. പക്ഷേ വാക്സിൻ കൊടുത്ത ശേഷം ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് ബൾബായി പോകും, നിങ്ങൾ ബോധം കെട്ടുപോകും. അത്രയേറെയാണ് ഇവിടെ കേസുകൾ കൂടിയത്, അത്രയേറെ. അതായത് 2020 കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ഒരു മഹാമാരിയുടെ രൂപം ഇത് കൈവരിക്കുന്നത് വാക്സിൻ കൊടുത്ത ശേഷമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾ കണ്ടത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. അതായത് 2021. 2020 കൊറോണ വന്നപ്പോൾ ഇവിടെ വാക്സിൻ ഇല്ലാതിരുന്നിട്ടും നമ്മുടെ സംസ്ഥാനത്ത് വെറും 3000 ചില്ലുവാനും പേര് മാത്രമാണ് മരിച്ചതെങ്കിൽ രാജ്യത്താകമാനം ഏതാണ്ട് 1,00,000-1,50,000 ആൾക്കാർ മാത്രമാണ് മരിച്ചതെങ്കിൽ വാക്സിൻ കൊടുത്ത ശേഷമുള്ള ഏതാണ്ട് 3-4 മാസങ്ങൾ കൊണ്ട് തന്നെ 2,50,000 പേര് ഇവിടെ മരണപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർ ബി ഇക്ബാലിന് പറയാൻ പറ്റുമോ? വാക്സിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ വാക്സിൻ ഇല്ലാതിരുന്ന സമയത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്, അതിനേക്കാൾ മോശമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും മെച്ചപ്പെട്ട സാഹചര്യമാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പോലും കൊറോണ വാക്സിൻ കൊടുത്ത ശേഷം 2020 കേസുകൾ കുറഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമായിട്ട് മാറിയെന്ന് കണ്ടിരുന്നെങ്കിൽ ഇത് പറയുമോ? ഒരിക്കലും പറയില്ല. നേരെ മറിച്ചാണ് സംഭവിച്ചത്, നേരെ മറിച്ച്. അതുകൂടാതെ നമ്മൾ അറിഞ്ഞൊരു വിവരമാണ്, 2020 കേരളത്തിൽ മൊത്തം മരണങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്ന വർഷങ്ങളേക്കാൾ ഏതാണ്ട് 30,000-ഓളം കുറവായിരുന്നു. 2020 30,000-ഓളം മരണങ്ങൾ കേരളത്തിൽ കുറവായിരുന്നു. അതായത് കൊറോണ വന്ന വർഷം, വാക്സിൻ ഇല്ലാതിരുന്ന വർഷം. എന്നാൽ വാക്സിൻ കൊടുത്ത 2021 മൊത്തം മരണങ്ങൾ രാജ്യത്താകമാനം അതിന് മുമ്പുണ്ടായിരുന്ന വർഷത്തേക്കാൾ, അതായത് 2020 21 ലക്ഷത്തോളം അധികമായിരുന്നു എന്ന കണക്ക് നമ്മൾ കണ്ടതാണ്. 21 ലക്ഷത്തോളം അധികം. 2020 ഏതാണ്ട് 82 ലക്ഷം പേരാണ് ആകെ ഇന്ത്യയിൽ മരിച്ചിരുന്നത് എങ്കിൽ
2021 അത് 1,02,00,000 മറ്റോ ആയി വർദ്ധിച്ചു എന്ന വാർത്തയെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ കൊറോണ വാക്സിൻ സുരക്ഷിതമാണ്, ഫലപ്രദമാണ്, ആൾക്കാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് വാദിച്ച ഇക്ബാൽ യഥാർത്ഥത്തിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസമല്ലേ പടർത്തിക്കൊണ്ടിരുന്നത്? ഈ കണക്കുകൾ പോലും ഇത്തരത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഭീകരമായ റിയാലിറ്റി എത്തിച്ചിട്ടും ഇവരത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് കൊറോണ വാക്സിൻ മൂലമല്ല എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കൂടി എന്നും ഇവർ പറയേണ്ടി വരും. വാക്സിൻ കൊടുത്ത ശേഷം മരണവും രോഗവ്യാപനവും കുത്തനെ കൂടിയെങ്കിൽ ഡോക്ടർ ബി ഇക്ബാലിന് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, 2020-ലെയും 2021-ലെയും കണക്കെടുത്ത് വെച്ചിട്ടൊന്ന് വിശദീകരിക്കുക എന്തുകൊണ്ട് അത് സംഭവിച്ചു വന്നു. ഇവിടെ ഒരു ആരോഗ്യ വിദഗ്ധനും അതിനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല, ഒരുത്തനും സർക്കാരും കാണിച്ചിട്ടില്ല. ഇത് അവരുടെ പക്കലുള്ള കണക്കാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കണക്കല്ല. അപ്പോൾ ഇവിടെ ഒരു സിനിമ അന്ധവിശ്വാസം ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആൾക്കാർക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അവരത് ആസ്വദിക്കുന്നു, മറന്നു പോകുന്നു. നേരെ മറിച്ച് നിങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഒരു അന്ധവിശ്വാസം കുത്തിവെച്ചിട്ട് അവരുടെ രക്തത്തിലേക്ക് മറ്റൊരു കുത്തിവയ്പ്പ് അതിലൂടെ കൊടുക്കുമ്പോൾ അതുമൂലം എത്ര ആൾക്കാർ മരണപ്പെട്ടു എന്ന് ഇക്ബാലിനറിയാമോ? എത്ര കേസുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നറിയാമോ? സുപ്രീം കോടതിയിൽ വരെ കൊറോണ വാക്സിൻ എടുത്ത് മരിച്ചുപോയ ആൾക്കാർ കോമ്പൻസേഷന് വേണ്ടിയും നീതി കിട്ടാൻ വേണ്ടിയും ഇപ്പോഴും നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ഇവരിത് അംഗീകരിക്കാതെ ഇപ്പോഴും ഇവർ സംസാരിക്കുന്നത് വാക്സിൻ കമ്പനികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ തനി നിറം എന്ന് പറയുന്നത് എന്താണോ നല്ലത് അതിനെ തള്ളിപ്പറയുക, എന്താണോ മോശമായിട്ടുള്ളത് അതിന് കൂടുതൽ പ്രചാരം കൊടുക്കുക. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവരെ വിമർശിക്കില്ലല്ലോ. സത്യസന്ധമായിട്ട് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത്? കാരണം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് വലിയ നഷ്ടമുണ്ടാകും. ആൾക്കാർക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ആരും പിന്നെ ഇതിൻ്റെ പിന്നാലെ പോവില്ല. അതുകൊണ്ട് കണക്കുകൾ കഥ പറഞ്ഞിട്ടും ഈ കണക്കുകളൊന്നും നോക്കാത്ത ജനങ്ങളോട്, കണക്കുകളൊന്നും ശ്രദ്ധിക്കാത്ത ജനങ്ങളോട്, കഥകൾക്ക് പിന്നാലെ മാത്രം പോകുന്ന ജനങ്ങളോട് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇദ്ദേഹമാണ് ഇപ്പോൾ ലോക എന്ന് പറയുന്ന ഒന്നാം ക്ലാസ് സിനിമ എന്ന് ഞാൻ പറയുന്നത്, ആ സിനിമ അതിൻ്റെ പ്രകടനത്തിലൂടെ തന്നെ അതിൻ്റെ മൂല്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അവകാശവാദമല്ല, മറിച്ച് ഒരു വ്യക്തിയായാലും ഒരു ഉൽപ്പന്നമായാലും അവരുന്നയിക്കുന്ന അവകാശവാദമല്ല നമ്മൾ നോക്കേണ്ടത്, മറിച്ച് അതിൻ്റെ പ്രകടനമാണ്. ഞാനൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് ഇത് വളരെ നല്ലതാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങൾ മാറും, നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പറച്ചിൽ മാത്രമാണ്. നിങ്ങളത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ആ ഗുണം കിട്ടിയെങ്കിൽ അത് കിട്ടുമ്പോൾ മാത്രമാണ് ആ പ്രൊഡക്റ്റ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. ഇവിടെ ഈ സിനിമ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പുറത്ത് വന്ന് അതിൻ്റെ പ്രകടനത്തിലൂടെ അതിൻ്റെ മൂല്യം അത് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ മൂല്യം തെളിയിച്ച ഒരു സിനിമയെ പരമ ബോറൻ കഥയെന്നും കലാമൂല്യമില്ലാത്ത സിനിമയെന്നും വിളിക്കുന്ന ഡോക്ടർ ബി ഇക്ബാൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ യാതൊരു ഗുണവുമില്ലാത്ത, ഏതൊരു രോഗത്തിന് വേണ്ടിയാണോ കൊടുക്കുന്നത് ആ രോഗത്തെ തടയാൻ സാധിക്കാത്ത, അതുകൂടാതെ മരണം വരെ ആൾക്കാർക്ക് സമ്മാനിക്കുന്ന, മറ്റ് നിരവധി രോഗങ്ങൾ പാർശ്വഫലത്തിൻ്റെ പേരിൽ സമ്മാനിക്കുന്ന ഒരു കുത്തിവെപ്പിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ആളാണ്. അതായത് അതിൻ്റെ പ്രകടനത്തിലൂടെ തന്നെ അതൊരു പരാജയമാണെന്ന് മനസ്സിലായിട്ടും അതിനെ പിന്തുണയ്ക്കുന്ന ബി ഇക്ബാലാണ് പ്രകടനത്തിലൂടെ തൻ്റെ മൂല്യം തെളിയിച്ച ലോക എന്ന് പറയുന്ന സിനിമയെ ഇങ്ങനെ വിമർശിച്ചിരിക്കുന്നത്. താങ്ക് യു.